പിന്നെ 2 വർഷമായിട്ട് വണ്ടി വരാത്തതുകൊണ്ട് കുറച്ച് ദിവസം കുട്ടികൾ പഠിക്കാതെ അങ്ങനെ നീങ്ങിപ്പോയി. ഇപ്പോൾ വണ്ടി കിട്ടിയപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ഉത്സാഹം. ഞാനുള്ളത് ചീങ്കല്ല് ഊരിലാണ്. നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ ITDPയും സ്കൂളും ചേർന്ന് കുട്ടികൾക്ക് സ്ഥിരമായി സ്കൂളിലെത്താൻ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. ആദ്യമായി ഇന്നിതാ ഊരിലേക്ക് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള ഏർപ്പാടാക്കിയിട്ടുള്ള ഓട്ടോ എത്തിയിരിക്കുന്നു. കുട്ടികളൊക്കെ ആ ഓട്ടോയിൽ കയറി സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. നമ്മുടെ കൂടെ ഇവരുടെ രക്ഷിതാക്കളൊക്കെ ഉണ്ട്. അങ്ങനെ സന്തോഷം. വളരെ സന്തോഷമായി. കുട്ടികൾക്ക് പഠിക്കാൻ ഇന്നലെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വളരെ ഉപകാരം വണ്ടി ഏൽപ്പിച്ചതിന്. 2 വർഷമായിട്ട് മുടങ്ങി കിടക്കായിരുന്നു കുട്ടികളെ പഠിപ്പില്ലേ? 2 വർഷത്തിൽ പോകാതിരുന്നപ്പോൾ ഇപ്പം ഏതായാലും പോകാനുള്ള വണ്ടി ഏർപ്പാടാക്കി കിട്ടിയപ്പോൾ സന്തോഷമായി. അന്ന് വലിയ ആശങ്കയൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ സന്തോഷമായോ? ഇപ്പൊ സന്തോഷമായി. വണ്ടിയൊക്കെ കിട്ടിയത് കൊണ്ട് ഇന്നലെ സന്തോഷത്തോടെ തന്നെ പോയത്. ഇന്നും അതേമാതിരി തന്നെ സന്തോഷത്തോടെ. നമ്മൾ വാഹനം ഏർപ്പാടാക്കി ഇന്നു മുതൽ ഫുൾ ഡേ വണ്ടി വരും. അത് കേട്ടതോടെ ഇപ്പോൾ വളരെ സന്തോഷം. കുട്ടികളൊക്കെ നേരത്തെ ഒരുങ്ങി സ്കൂൾക്ക് പോകാൻ റെഡി ആകുന്നുണ്ട്. നമ്മളൊക്കെ വന്ന സമയത്ത് നമ്മൾ കണ്ടത് കുട്ടികളൊക്കെ രാവിലെ തന്നെ മാറ്റി സുന്ദരന്മാരൊക്കെ ആയിട്ട് ബാഗൊക്കെ തോളിലിട്ട് വാഹനം കാത്തു നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അമ്മേ, അങ്ങനെ വണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മന്ത്രി ചെയ്തത് ഞങ്ങൾക്ക് വളരെ ഉപകാരമായി. ഞങ്ങളെ കുട്ടികൾ തുള്ളിച്ചാടി നിൽക്കിയിരുന്നു. ഇപ്പോൾ വണ്ടി വന്നപ്പോൾ മക്കളൊക്കെ ഓടി കയറി. ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഇതുവരെയും ഞങ്ങളെ കാര്യത്തിന് കണ്ടെത്താൻ ആരുമില്ലായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കാത്തു ഇവിടെ ഉള്ളവരോട് എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞിട്ടും ആരും അനുസരിച്ചിട്ടില്ല. പിന്നെ 2 വർഷമായിട്ട് വണ്ടി വരാത്തതുകൊണ്ട് കുറച്ച് ദിവസം കുട്ടികൾ പഠിക്കാതെ അങ്ങനെ നീങ്ങിപ്പോയി. ഇപ്പോൾ വണ്ടി കിട്ടിയപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ഉത്സാഹം. ഞമ്മക്ക് അതിലേറെ വലിയവർക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങളെ കാര്യത്തിന് എല്ലാവരും കണ്ടെത്തിയത് വളരെ നന്ദി. സന്തോഷം. അമ്മയുടെ വാക്കുകളിൽ ആ സന്തോഷമുണ്ട്. എന്തായാലും ചേട്ടനൊക്കെ ഒരുപാട് ഇതിനു വേണ്ടി പ്രയത്നിച്ച ആളുകളാ. സന്തോഷം. കുട്ടികൾക്ക് വണ്ടി കുറെ കാത്തിരുന്നു അല്ലേ? കാത്തിരുന്നു. 2 വർഷത്തോളം കാത്തില്ലേ. ഇപ്പോൾ കുട്ടികൾക്ക് രാവിലെ പറയുമ്പോൾ വണ്ടി ഒന്ന് ഓടിച്ചാടി വണ്ടി സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാണല്ലോ. അതിന് സന്തോഷം തന്നെയാണ്. എന്തായാലും അധികാരികൾ കൃത്യമായി ഇടപെട്ടു. മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ട് ശാശ്വതമായിട്ടൊരു പരിഹാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ചേട്ടനായിരിക്കും ഇനി കുട്ടികളുടെ സാരഥിയായിട്ട് എപ്പോഴും ഉണ്ടാവുക. സന്തോഷമല്ലേ? സന്തോഷമായി. കുട്ടികൾക്ക് വണ്ടി ഏർപ്പാടേക്ക് കൊടുത്തുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന മാതിരിയുള്ള എല്ലാ സഹായങ്ങളും ഞാൻ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കും. ഇത്രയും കാലം ഞാൻ തന്നെയായിരുന്നു വണ്ടി ഓടി വന്നത്. പിന്നെ ഇതിനാരും മുൻകഴിട്ട് ഇറങ്ങാത്തത് കൊണ്ട് ഇപ്പം നമ്മളതിന് ഇറങ്ങിയില്ല എന്നുള്ളൂ. പ്രയാസമായി. ഇപ്പം സന്തോഷമായി. കുട്ടികൾക്ക് വണ്ടി കിട്ടിയല്ലോ. ഇനി വളരെ ഹാപ്പി. പിന്നെ തീർച്ചയായിട്ടും ഇവരെന്നും പോരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരുടെ മുഖത്തും നമുക്ക് ആ സന്തോഷം കാണാം, ആ ചിരി കാണാം. ഇതെന്നും നിലനിൽക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഷെഫീഖ് ഒർലായ്ക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, മലപ്പുറം.